ശരി, ഇംതിയാസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സി കെ വിജയൻ കൂടി ടെലിഫോൺ ലൈനിൽ. സി കെ വിജയൻ, വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നു. ഇപ്പോൾ വീട് പോലീസ് വളഞ്ഞിരിക്കുന്നു, വീടിനുള്ളിൽ തന്നെ പോലീസ് കയറിയെന്നാണ്. അടുത്ത ഏത് നിമിഷവും അൻവർ അറസ്റ്റിലായേക്കാം. കരുതിക്കൂട്ടി അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ പോലീസിന്റെ നീക്കം? അൻവറിന്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ സാധ്യത? തീർച്ചയായും ഇത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ് CPM പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്നത്. PV അൻവർ എന്ന് CPM-ഉമായി, പ്രത്യേകിച്ച് P ശശിയുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇടഞ്ഞു നിൽക്കുന്നുവോ അന്ന് മുതൽ ഒരു കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ CPM-ഉം കേരളത്തിലെ പോലീസും. ആ കെണി ഒരുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ, അല്ലെ ആ കെണിയിലേക്ക് വീഴ്ത്താനുള്ള ഒരു അവസരമായാണ് ഇപ്പോൾ ഈ സന്ദർഭത്തെ CPM-ഉം പോലീസും മുതലെടുക്കുന്നത്. സ്വാഭാവികമായും PV അൻവറിനെ ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ആർക്കൊക്കെ രീതിയിൽ ഗുണകരമാകും എന്നുള്ളത് പിന്നീട് മനസ്സിലാകുന്നതായിരിക്കും. നേരത്തെ മുതൽ തന്നെ PV അൻവർ ഈ വനനിയമത്തിനെതിരെയും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യത്തിനെതിരെയും അതുമായി ബന്ധപ്പെട്ട് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവ വനവുമായി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുടെയും വന അതിർത്തിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെയും ജീവന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങുകയും ചെയ്ത വ്യക്തിയാണ് PV അൻവർ. ആ അർത്ഥത്തിൽ സ്വാഭാവികമായും ഇന്ന് രാവിലെ ഉണ്ടായ ഈ ആനചവിട്ടി ആദിവാസി യുവാവ് മരിച്ച സാഹചര്യത്തിൽ അതിൽ ഇടപെടുകയും ചെയ്തു. നിർബന്ധമായും PDPP ആക്ട് അടക്കം ചുമത്താവുന്ന രീതിയിലാണ് ഇപ്പോൾ PV അൻവറിന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോ ചെയ്ത കുറ്റം. ആ കുറ്റത്തിന്റെ പ്രേരണ കൂടി PV അൻവറിലേക്ക് സ്വാഭാവികമായും നിയമപരമായി പോലീസിന് കാണിക്കാനാകും. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അദ്ദേഹത്തെ DYSP അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുക്കുന്നത് കൂടി. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും പിണറായി വിജയനും P ശശിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ച PV അൻവറിനെ കൊടുക്കാനുള്ള ഒരു അവസരമായി സ്വാഭാവികമായും പോലീസ് ഈ കാര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അല്ലാതെ അത്രയും വലിയൊരു കുറ്റം അവിടെ നടന്നതായി ഇന്ന് ദൃശ്യങ്ങളും മറ്റും കണ്ട ആർക്കും മനസ്സിലാകില്ല. കാരണം അവിടെയുള്ള പൊതുമുതൽ, പ്രത്യേകിച്ച് കസേര